ഇന്ന് SSLC റിസൾട്ട് വരികയാണ്. പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ. കുട്ടികളെല്ലാം നല്ല ടെൻഷനിലായിരിക്കും. ആക്ച്വലി കിട്ടുന്ന മാർക്കിനേക്കാളും അത് കിട്ടിക്കഴിയുമ്പോൾ തൻ്റെ വീട്ടുകാരും വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നോട് എങ്ങനെയായിരിക്കും, അവർക്ക് വിഷമമാകുമോ, വഴക്ക് പറയുമോ, കളിയാക്കുമോ എന്നൊക്കെ ആയിരിക്കും മിക്ക കുട്ടികളുടെയും ചിന്ത. നമ്മളൊരു സോഷ്യൽ സ്ട്രക്ചറിൽ പലപ്പോഴും റിസൾട്ടാണ് ഒരാളുടെ ഐഡന്റിറ്റി എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഈ റിസൾട്ടിനെ പർവ്വതീകരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ മുന്നിൽ തന്നെ നാണം കെടുത്തരുത്, മര്യാദയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കോണം എന്നൊക്കെ പറയുന്ന ചില പേരൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ മാർക്കും നിങ്ങളുടെ നാണക്കേടും തമ്മിൽ പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല എന്ന് ആദ്യമേ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് പറയുന്ന ഒരു സെന്റൻസ് ആ കുട്ടിയുടെ ഹോൾ ലൈഫിനെ ബാധിക്കുന്ന ഒന്നായിട്ട് മാറിയേക്കാം. അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. ചില കുട്ടികൾ നല്ല മാർക്ക് കിട്ടിയാൽ പോലും കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് പെർഫെക്ഷനിസവും പ്രഷറും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു വിജയം പോലും മര്യാദയ്ക്ക് ആസ്വദിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ടാകും എന്നാണ് അതിനർത്ഥം. ഒരിക്കലും റിസൾട്ട് വെച്ചിട്ട് കുട്ടികളെ ജഡ്ജ് ചെയ്യാതിരിക്കുക. 16-ാം വയസ്സിൽ കിട്ടിയ ഒരു പരീക്ഷാ ഫലം നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഒന്നും ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ 16-ാം വയസ്സിൽ പേരൻസ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫീഡ്ബാക്ക്, ഇമോഷണൽ സപ്പോർട്ട്, ഇതൊക്കെ തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യും. സോ ടു എവറി സ്റ്റുഡൻറ് വാച്ചിങ് ദിസ്, ഇന്നത്തെ റിസൾട്ട് എന്നത് ജസ്റ്റ് ഒരു ചാപ്റ്റർ മാത്രമാണ്. നോട്ട് യുവർ ഐഡന്റിറ്റി, നോട്ട് യുവർ ഫ്യൂച്ചർ, നോട്ട് യുവർ വർത്ത്. താങ്ക് യു.